ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും തുടങ്ങാനിരിക്കുന്നവർക്കും തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവർക്കാണ് കേട്ടോ ഉപകാരപ്പെടുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വെറുതെ തുടങ്ങുകയാണെന്നൊക്കെ പറയും. ക്യാഷ് ഉണ്ടാക്കാനൊന്നും അല്ല, വെറുതെ ചുമ്മാ തുടങ്ങുകയാണെന്ന് പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ക്യാഷ് കിട്ടിയാൽ കുഴപ്പമില്ല എന്നുണ്ടാവില്ലേ. പക്ഷേ നമ്മൾക്ക് ക്യാഷ് കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബ് ഇറങ്ങി തിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ. കാരണം നമുക്കതിൽ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്, അവർ വെച്ചിട്ടുണ്ട്, അറിയാലോ. അപ്പോൾ ചിലവർക്കൊന്നും അത് അറിയുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാൻ കേട്ടോ, ഞാൻ ഏകദേശം ഒരു 10-30 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, സബിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് ക്യാഷ് കിട്ടുന്നത്. ഇപ്പോൾ 1000 സബായി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടത്തില്ല, പിന്നെയും കുറേ കടമകൾ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഈ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനാണ് ഉള്ളത്. അപ്പോൾ ഹാഫ് മോണി എന്ന് പറയുന്നത് ആദ്യം 500 സബ് തയ്ക്കണം. പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ ഷോർട്സിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം 500 സബിൽ ഷോർട്സിൽ വ്യൂസ് വേണ്ടത് വന്നിട്ട് 30 ലക്ഷം വ്യൂസാണ് വേണ്ടത് കേട്ടോ. 90 ദിവസത്തിനകം 30 ലക്ഷം വ്യൂസ് വേണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, സ്ക്രീനിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ 500 സബിന് 90 ദിവസത്തിൽ 30 ലക്ഷം വ്യൂസ് വേണം. ഇതാണ് ഹാഫ് മോണിറ്റൈസേഷന് ഷോർട്സിലെ നിബന്ധന എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഷോർട്സിൽ തന്നെ ഫുൾ മോണിക്ക് വേണ്ടിയിട്ട് 1000 സബും 90 ദിവസത്തിൽ 100 ലക്ഷം വ്യൂസും വേണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെക്കണം, എപ്പോഴും ഓർത്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കടമ കടക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് എന്തൊക്കെയോ നമ്മൾ ചെയ്യാം, നമുക്ക് വേഗം വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 90 ദിവസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഡേറ്റിൽ നിന്ന് 90 ദിവസമാണ് കേട്ടോ കണക്കാക്കുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോ എപ്പോഴാണ് ഇടാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞൊന്നുമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനുവരി ആണ് ജനുവരി അല്ല, ഇപ്പോൾ മാർച്ചാണെന്ന് വയ്ക്കുക. മാർച്ചിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ബാക്കിലോട്ട് 90 ദിവസം ആണ് കണക്കാക്കുന്നത്. മനസ്സിലായോ? നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് 90 ദിവസമാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റ് മുതൽ ഫ്രണ്ടിലോട്ട് ബാക്കിലെ 90 ദിവസമാണ് കണക്കാക്കുന്നത്. അതിന് ശേഷമുള്ള മാസങ്ങൾ നമുക്ക് ഡിലീറ്റ് ആയി പോകും കേട്ടോ. അതിൽ വാച്ച് അവർ കിട്ടിയാലും വ്യൂസ് കിട്ടിയാലും ഏതിലാണെങ്കിൽ ഷോർട്സിലാണെങ്കിൽ ഡിലീറ്റ് ആയി പോകും. മനസ്സിലായോ? അപ്പോൾ ഈ ഷോർട്സിൻ്റെ കണക്കിൽ ആദ്യത്തെ 90 ദിവസം നമ്മൾ ഈ ഏത് ഡേറ്റിലാണോ ലാസ്റ്റ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആ ഡേറ്റ് മുതൽ 90 ദിവസത്തെയാണ് വ്യൂസ് കണക്കാക്കുന്നത് ഷോർട്സിൽ. അതേപോലെ തന്നെയാണ് വീഡിയോസിൽ കേട്ടോ. അപ്പോൾ വീഡിയോസിൻ്റെ നിബന്ധന എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് മോണിറ്റൈസേഷന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇത് വരച്ചിട്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല, അത് എഴുതി കാണിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും അത് ചിന്തിച്ച് കൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വ്യൂസ് വാച്ചവരൊക്കെ ആകത്തുള്ളൂ. ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, അത് പ്രവർത്തിക്കണം, നമ്മൾ പ്രാവർത്തികമാക്കണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷന് വീഡിയോയ്ക്ക് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് വാച്ച് അവറാണ് കണക്കാക്കുന്നത്. അപ്പോൾ 500 സബിന് ഹാഫ് മോണിറ്റൈസേഷൻ വരുന്ന 3000 വാച്ച് അവറാണ്. മനസ്സിലായോ? 3000 വാച്ച് അവറാണ്. 365 ദിവസത്തിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇപ്പം നിൽക്കുന്ന ഡേറ്റിൽ നിന്ന് 365 ദിവസം. അല്ലാതെ ആ 365 ദിവസം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജനുവരി 1-ന് ചാനൽ തുടങ്ങി അടുത്ത ജനുവരി 1 വരെയുള്ള ആ 365 ദിവസത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജനുവരി 1 കഴിഞ്ഞ് ജനുവരി 2 എത്തിക്കഴിഞ്ഞാൽ ഈ ജനുവരി ലാസ്റ്റ് തുടങ്ങിയ ആ 1 മൈനസ് ആയി പോകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് അതിനിടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ വാച്ച് അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇനി പകുതി മതിയെങ്കിൽ അപ്പോൾ ആ ഡേറ്റ് എത്തുമ്പോഴേക്കും നമുക്ക് ഇത് മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. അല്ലാതെ ഇരുന്നാൽ അത് മൈനസ് ആയി പോകും കേട്ടോ. നമ്മളെ ബാക്കിലുള്ളത് മൈനസ് ആയി പോകും. നമ്മൾ ഫ്രണ്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ ആ ജനുവരി 1 കഴിഞ്ഞാൽ അടുത്ത വർഷം കഴിഞ്ഞാൽ നമ്മുടെ അത് കടന്നു പോകും. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷന് 500 സബും 3000 വാച്ച് അവറുമാണ് വേണ്ടത്. അപ്പോൾ 365 ദിവസത്തിലാണ്. മനസ്സിലായോ? പിന്നെയെന്ന് പറയുന്നത് ഫുൾ മോണിറ്റൈസേഷന് വീഡിയോയിൽ എന്ന് പറയുന്നത് 4000 വാച്ച് അവറാണ് കംപ്ലീറ്റ് ആക്കുന്നത്. 1000 സബ്ബാണ് വേണ്ടത്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് 365 ദിവസത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും മനസ്സിൽ വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യൂസും കാര്യങ്ങളും കൂട്ടുക എന്നതാണ്. വ്യൂസാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ കൂടി വരേണ്ടത്. വ്യൂസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വ്യൂസ് കൂട്ടുക എന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ഇട്ട് വരുമ്പോഴേ നമുക്ക് വ്യൂസും കാര്യങ്ങളും കൂടി വരത്തുള്ളൂ. അപ്പോൾ ചിലവർക്ക് അത് 100 ആകാം, ചിലവർക്ക് 50 ആകാം, ചിലവർക്ക് അതിലും കൂടുതലാകാം, 100-ൽ കൂടുതലാകാം, 150, 200. അപ്പോൾ എനിക്ക് ഒരു 700 വീഡിയോസ് ഇട്ടിട്ടാണ് കേട്ടോ. വീഡിയോസ് മാത്രമല്ല ഷോർട്സും ആഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 700ഓളം വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ,
ഒരുപാട് വീഡിയോസും കാര്യങ്ങൾ ഇട്ടാൽ മാത്രമേ നമുക്ക് വ്യൂസ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഡെയിലി ഇടാൻ ശ്രമിക്കുക, കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടാൻ സാധ്യതയുള്ളൂ. അതിലൂടെയാണ് നമുക്ക് സബ്ബും വാച്ച് അവറും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഇട്ടാൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടത്തുള്ളൂ. ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഇടാൻ നോക്കുക കേട്ടോ. കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഇടാൻ നോക്കുക, എങ്കിൽ മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ കേട്ടോ. അപ്പോൾ വ്യൂസിലൂടെയാണ് വാച്ച് അവർ വരുന്നത്, അത് സബ്ബായാലും വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഏത് വീഡിയോയ്ക്കാണോ വ്യൂസ് കൂടിയത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കുക കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് കൂടിയിരിക്കുന്നത്, തമ്പനയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ വീഡിയോയ്ക്കും ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അതേപോലെ കോപ്പി അടിക്കണമെന്നല്ല, അതേ കണ്ടൻറ്റ് ബേസ് ചെയ്യാൻ നോക്കുക. അതൊരു ഇതാണ് കേട്ടോ, നമുക്ക് എന്താ പറയുക, വ്യൂസ് കൂടാനുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ്. അപ്പോൾ നമ്മൾ ഏത് വീഡിയോക്കാണെങ്കിലും മെയിനായിട്ട് വേണ്ടത് തമ്പനയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടി വരുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിലെ വീഡിയോ നോക്കാതെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റ് ഇടുന്ന മറ്റു ചാനലുകളുണ്ടാവില്ലേ, വലിയ വലിയ ചാനലുകളുണ്ടാവും. അവരുടെ ചാനലിൽ പോയിട്ട് അവരുടെ വീഡിയോ ഒക്കെ നമുക്ക് ഇങ്ങനെ നോക്കാം, സെർച്ച് ചെയ്യാം. അവരുടെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വൈറൽ വീഡിയോ ഉണ്ടാവുമല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് കണ്ടൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതേപോലെ നമ്മൾക്ക് കോപ്പി അടിക്കാന്നല്ല, ആ രീതിയിൽ അവരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് നമുക്ക് അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയും വൈറലാക്കാം കേട്ടോ. തമ്പനയിലാണെങ്കിലും ടൈറ്റിലാണെങ്കിലും ഡിസ്ക്രിപ്ഷനാണെങ്കിലും അങ്ങനെയും കൊടുക്കാം. അങ്ങനെ തന്നെയാണ് മിക്കവാറും വൈറലാകുന്നത് കേട്ടോ. കൂടുതൽ നോക്കിയാൽ മനസ്സിലാകും എല്ലാ രംഗത്തും, ഏത് എവിടെയാണെങ്കിലും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെയെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര വ്യൂസ് കിട്ടിയാലാണ് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, അത് എത്ര വ്യൂസ് വേണം, എത്ര മിനിറ്റ് കാണണം, അതൊരു കാൽക്കുലേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും വിചാരിക്കുകയാണെന്ന് വെച്ചാൽ. പക്ഷെ നമ്മൾ പല പല വീഡിയോകളിട്ട് ഏത് വീഡിയോ ആണ് വൈറലാവുന്നത് ആ വീഡിയോക്കാണ് നമുക്ക് വാച്ച് അവറും സബ്ബും കൂടി വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഒരു വീഡിയോ ഇട്ടു നമ്മൾ, അതൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഈ 10 മിനിറ്റുള്ള വീഡിയോയ്ക്ക് 5 മിനിറ്റ് മാക്സിമം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ 48,000 ആളുകൾ കാണുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് 2,40,000 എന്താണ് ഇത് കിട്ടും. മിനിറ്റിലാണ് കേട്ടോ പറയുന്നത്. 2,40,000 മിനിറ്റ് കിട്ടും. അപ്പോൾ മാക്സിമം ഈ 10 മിനിറ്റുള്ള ഒരു വീഡിയോ 5 മിനിറ്റ് വെച്ചിട്ട് 48,000 ആളുകൾ കാണുകയാണെന്ന് വെച്ചാൽ, നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് 4,000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മോണിറ്റൈസേഷനൊക്കെ ആയി നല്ല കാശൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല വീഡിയോ ഇടണം, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നീട് നമ്മൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ഇട്ടാൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടത്തുള്ളൂ. വ്യൂസിനനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 1000 വ്യൂസിന് എത്ര എന്താണ് ഡോളർ എന്നൊക്കെ പറയും. പക്ഷേ ഓരോ വീഡിയോയ്ക്കും വ്യത്യസ്തമാണ് കേട്ടോ ഡോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിരിക്കും അതിന് അനുസരിച്ചുള്ള ഡോളർ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഓരോ പരസ്യത്തിൻ്റെ ഡിഫറൻസിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഡോളർ കയറുന്നത്. അപ്പോൾ വലിയ വലിയ പരസ്യങ്ങളൊക്കെ കാറിൻ്റെയും ബൈക്കിൻ്റെയും അങ്ങനത്തെയൊക്കെ അതിന് നല്ല നല്ല ഡോളർ കയറും, അല്ലാത്തതിന് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ മെയിനായിട്ടും വ്യൂസ് കൂട്ടാൻ നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണെന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് അറിയാൻ പറ്റൂലേ. അപ്പോൾ നമ്മൾ ഒരു കാട്ടിക്കുട്ടി എടുക്കുകയാണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയൊക്കെ ധൃതി കൂട്ടിയിട്ട് നമ്മൾ വേഗം എടുത്ത് ഇടണം എന്ന് പറഞ്ഞിട്ട് ഇടുമ്പോൾ അത് ചിലപ്പോൾ വൈറലാകത്തില്ല. പിന്നെ നമ്മൾ ഞാൻ കാണിച്ചു കേട്ടോ, എൻ്റെ ഒരു വീഡിയോയ്ക്ക് തമ്പനയിൽ കൊടുത്തത് വളരെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു 4-5 പ്രാവശ്യം അത് മാറ്റി ചേഞ്ച് ചെയ്തു, യൂട്യൂബ് ചേഞ്ച് ചെയ്യാൻ പറയും. എന്നിട്ട് ചേഞ്ച് ചെയ്ത ശേഷമാണ് അത് മോണിറ്റൈസേഷൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടു കാണും മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്. അപ്പോൾ അത് പിന്നീട് അത് വൈറലായിട്ടോ. ഇപ്പോൾ എല്ലാതും മേലോട്ടാണ് കാണിക്കുന്നത് ആരോമാർക്ക്. അപ്പോൾ വെൽഡൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് പലതും ചേഞ്ച് ചെയ്യാൻ പറ്റും. യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ നമ്മൾ ഇട്ട വീഡിയോകൾ നമുക്ക് എന്താണ്, ചിലപ്പോൾ കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റ് ആയിരിക്കും, അതിൽ തമ്പനയിൽ മോശമാണെന്ന് വെച്ചാൽ വീഡിയോ വൈറലാകത്തില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്തെങ്കിലും നമ്മുടെ കുഴപ്പമുണ്ടോ. ചിലപ്പോൾ നമുക്ക് നല്ല കണ്ടൻറ്റ് എന്ന് പറയുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, തമ്പനയിലും വളരെ മോശമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നും, പക്ഷേ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ അത് മോശമായിരിക്കും. അതുകൊണ്ട് അത് താഴേക്ക് പോകും, ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിൽ നമുക്ക് എന്താണ് വീഡിയോ ഇട്ട് വൈറലാകാം. അപ്പോൾ എല്ലാവരും എന്താണ് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കൂട്ടാൻ നോക്കുക, എന്നിട്ട് മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കുക. എല്ലാതും വാച്ച് അവർ ആണെങ്കിലും. അപ്പോൾ വ്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം തനിയേ വരും കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം വെറുതെ പറയുന്നില്ല. അപ്പോൾ വ്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ വാച്ച് അവർ ആണെങ്കിലും സബ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആകട്ടെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്.